എടാ നിന്റെ വാച്ചൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇല്ല എടാ, ഒരു പരിചയമില്ല. നിന്റെ വണ്ടി തന്നെ ഓട്ടം വിളിച്ചല്ലേ. വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്താ ചെയ്യാ? പഠിച്ചവരാണ് നമുക്ക് ഒരു പിടിയുമില്ല. ഓനിങ്ങനെ തെരഞ്ഞെടുപ്പെട്ട ആളാന്ന് അറിഞ്ഞെങ്കിൽ ഇന്റെ വണ്ടി കാലത്തല്ലാതെ എടാ നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാ. പ്രതികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി പറ, നിന്നെ ഗരുഡത്തൂക്കം തൂക്കണോ അതോ ഒലക്കൊണ്ട് ഉരുട്ടണോ? അല്ല, രണ്ടും വേണ്ട സാറേ. പൊന്നു സാറേ, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എടാ എന്നെ പോലെയല്ല സർക്കിൾ ഇൻസ്പെക്ടർ. ഇടി തുടങ്ങിയ പിന്നെ നിന്റെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടേ നിർത്തുള്ളൂ. ചിരിക്കല്ല സാറ് തെറ്റിദ്ധരിച്ചാൽ ഞാൻ കാര്യമാണല്ലോ. ഉണ്ടല്ലോ ശരി. സൈതാലി, ഉള്ള സത്യം പറ. നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട്? സത്യമാണ് സാറേ ഞാൻ പറഞ്ഞേ. ഞാൻ കൊള്ളയിലുമില്ല, സംഘത്തിലും ഇല്ല. അതൊക്കെ നിർത്തിയിട്ട് കാലം കുറവായി സാറേ. കള്ളം പറയരുത്. കള്ളന്മാര് കള്ളം പറഞ്ഞ ഞാൻ സഹിക്കില്ല. ഞാൻ സത്യമാണ് സാറേ പറയണേ. കള്ളപ്പണി മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുകുട്ടി പരാതിക്കാരായിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കാണ് സാറേ ഞാൻ. ഇനി അവനെ ഉപദ്രവിക്കരുത്. അവൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. ആയിക്കോട്ടെ, ഒരു 5-6 അടി കൂടുതൽ കൊടുത്തു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ലല്ലോ. ഇടി എന്നുള്ളതിന്റെ പര്യായപരമായിട്ടാണ് ജനങ്ങൾ പോലീസിനെ കരുതുന്നത്. ആ ധാരണ അത്ര പെട്ടെന്ന് മാറ്റിയ ജനങ്ങൾ നമ്മളെ കയറി ഇടിച്ചെന്ന് വരും. അയ്യോ അതാ അബദ്ധ. അതാ പറഞ്ഞത്. സാറ് എവിടെയാ അവരെ ഇറങ്ങിയത്? തേവര പെറിന്റെ അവിടെ തെക്കോട്ട് മാറി ആ മുക്കിലാണ് ഇറക്കി വിട്ടത്. ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് ഏമാനെ. അവിടുന്ന് പിന്നെ അവരെങ്ങോട്ടാ പോയേ? അതെനിക്ക് അറിഞ്ഞൂടാ. ഇറക്കി വിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ആ, അത് ഓർമ്മയുണ്ട്. ഓക്കെ കുഞ്ഞിശോ സാർ, ആ ജീപ്പിന്റെ സ്റ്റാർട്ട് നമ്മൾ മാറി നോക്ക്. സാർ ഓടോ. ഇതെവിടെ നോക്കിയാണ് നടക്കുന്നത്? ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട്. മുറുക, നീ പാക്കലി ഇടാ ഞാൻ നടക്കുന്നത്. ലൊടലൊടാണ് എങ്ങനെ പോയിട്ടാണ് ഇവിടെ തിരുട്ടപ്പെടുക. ഓ സോറി സോറി സാർ. കാലും പോച്ച് കാശും പോച്ച്. കള്ളൻ, അവൻ താനിവൻ, ഇവൻ താനവൻ. കള്ളൻ, നിഴലാകെ തിരുടാ, നിഴലാകെ തിരുടൻ, തിരുടൻ. ഓടി വാങ്ങ, ഓടി വാങ്ങ. അവൻ തിരുടൻ. ഓടി വാങ്ങ, ഓടി വെച്ചോ. പിടിയാ, കള്ളൻ ഓടി കൂപ്പിട്. ആ കള്ളൻ തിരുടൻ പിടിച്ചോളെ. അയാളെ പിടിച്ചോ, തിരുടൻ. അയ്യോ കള്ളൻ, എന്നെ ഹെൽപ്പ് பண்ணிட்டு 5 ലക്ഷം രൂപ ഞാൻ കയ്യിലെടുത്തിട്ട് ചണ്ടാളം എന്നെ പിടികളായ എവിടെയാ? ഒരു പിടിയില്ല. ശരി, ഒന്നുമില്ല മോളെ, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ കോൾഡാ. നീ എന്തിനാ മഴയത്തിറങ്ങി കളിക്കാൻ പോയത്? പോലീസ് എത്തിയിട്ടുണ്ട്. ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഞാനും നീ നിന്റെ ചേട്ടനും പോലീസിന്റെ കയ്യിലാവും.
നിൽക്കണം. കുഞ്ഞീശോ, നിങ്ങൾ ഈ വഴി വീടിന് പിൻഭാഗത്തു വാ. നിങ്ങൾ അതിലേ വാ. താൻ എന്റെ കൂടെ വരൂ. വാടോ. സാർ, അവന്റെ വീട് കണ്ടുപിടിച്ചല്ലോ. ഇനി അവൻ പോയിക്കോട്ടെ. നീ പോകാറാകുമ്പോ ഞങ്ങൾ പറയും. ഓ, ബെന്നി, ഓടങ്ങ്. രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. ആ തള്ളയുടെ വീടിന് ചുറ്റും പോലീസാ, മസ്തിക്കാര്. എന്നെ അവന്മാരൊന്ന് വരട്ടാൻ നോക്കി. കയ്യിൽ ബോട്ടിൽ കണ്ടപ്പോ ഒരു ക്രോസ് വിസ്താരം. ഞാൻ പറഞ്ഞു, ഇതെന്റെ സ്വന്തം മിലിറ്ററി കോട്ടയാണ്. എന്റെ കോട്ടയിൽ ഒരു ബോട്ടിൽ മിസ്സിസ് മാഗി നിക്സൺ ഉള്ളതാ. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, നിക്സൺ ഉള്ളപ്പോഴേ ഉള്ളതാ. ഇത് തടഞ്ഞാൽ ഐ വിൽ ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് യു. യു നോ, ഐ ആം എ മിലിറ്ററി മാൻ. അത് കേട്ടപ്പോ അവന്മാരൊന്ന് അയഞ്ഞു. ജോസി പെരേര അറിയുമോ എന്നൊരു ക്വസ്റ്റ്യൻ എന്നോടെ. കുറച്ചു നാളായി എവിടുന്നോ ഇവിടുന്നോ താമസിക്കുന്നു എന്നല്ലാതെ ഐ ഹാവ് നോ ഐഡിയ. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതാ, അവനോ അവന്റെ സിസ്റ്ററോ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ടാന്ന്. ഇക്കാര്യം എങ്ങാൻ പോലീസ് അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ അവർ തൂക്കിയെടുത്തോണ്ടു. അവരുടെ കൈ കിട്ടിയാലുണ്ടല്ലോ, നഖത്തിനിടയിലൊക്കെ മുട്ടുസൂചി തറച്ചു. പ്ലീസ്, ഇവരെ കള്ളിച്ചോറിലത് പറയരുത്. പറഞ്ഞാലും ഇല്ലെങ്കിലും പോലീസുകാർ ഇതൊക്കെ തന്നെ ചെയ്യും. അതിന് നാൻസി എന്ത് തെറ്റ് ചെയ്തു? അവളൊന്നും ചെയ്യണ്ട. പക്ഷെ അവനുണ്ടല്ലോ, ജോസി പെരേര ഈസ് എ ബോൺ ക്രിമിനൽ. ജോസി ക്രിമിനൽ ഒന്നല്ല എന്ന് നീ പറഞ്ഞ പോരല്ലോ. എനിക്ക് ഉറപ്പാ, ഹീസ് വെരി ഇന്നസെന്റ്. മതി മതി, ഇന്നത്തെ കോട്ട തീർന്നു. പ്ലീസ്. നോ, ഇരുന്ന് കഴിക്കൂ. ഓ മൈ ഗോഡ്, മഴ വരുന്നു. ഡ്രസ്സൊക്കെ ടെറസിലാ. ചെല്ല് ചെല്ല്.